എനിക്കറിയാം നിങ്ങൾ എന്താണ് ആലോചിക്കണേന്ന്. സത്യമായിട്ടും അല്ലേ, ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് KSUവിന്റെ വിഷയമൊക്കെ അറിയണം. അല്ലാതെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പുമായിട്ട് ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചിരിക്കുന്നവർക്കോ ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. ല്ലേ മറ്റേ ബഹുപ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് SFIക്കാരൊക്കെ അക്രമ രാഷ്ട്രീയക്കാരാണ്, SFIക്കാരെയും ഗുണ്ടകളെയും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വയ്യെന്നൊക്കെ. ആയിരിക്കാം, SFIക്കാരെയും ഗുണ്ടകളെയും കണ്ടാ പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റണില്ലായിരിക്കാം. സ്വാഭാവികം, ഗുണ്ടകളെ തിരിച്ചറിയാൻ ആരും ഒന്ന് ബുദ്ധിമുട്ടും. പാവപ്പെട്ട വിദ്യാർത്ഥികളായ ഈ KSUക്കാര് കേരളത്തിൽ മാത്രം കോളേജുകളിൽ കൊന്നു തള്ളിയ SFIക്കാരെ കണക്കെടുത്താൽ തീരും ഇവരുടെ ഈ കീർവാണം. KSU അഥവാ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ കുറിച്ച് ഇതേപോലെ VD സതീശൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയാറുണ്ട്. ഈ അയ്യപ്പമ്പളക്ക് നടക്കുന്ന പരിപാടിയും സാക്ഷാൽ VD സതീശൻ തന്നെയാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതിലും ഇങ്ങനെ കുറെ ഡയലോഗ് പുള്ളി അടിച്ചിട്ടുമുണ്ട്. പറഞ്ഞ നാക്ക് വായിലിട്ട മാത്രമേ ഓർമ്മയുള്ളൂ. ആദ്യം ഒരു സെറ്റ് ഡാൻസ് മൂത്തപ്പോ അത് ഇങ്ങനെയായി. എന്നാലും അവരുടെ ആ ഒരു ഊർജ്ജസ്വലത, ഡാൻസ് ആയാലും മറ്റ് കലാപരിപാടികളായാലും ആഹാ. ഇതിലെ ഫൺ എന്താണെന്ന് വെച്ചാൽ വെറുതെ ഏതെങ്കിലും KSUക്കാർ പിള്ളേരല്ല അവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നത്. സംസ്ഥാനത്തെ KSUവിന്റെ മെയിൻ മേശരിയായ അലോഷ്യസ് സേവിയറിന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ ഈ വേണ്ട മേളവും അലമ്പും ഒക്കെ നടക്കുന്നത്. ജാതി നേതൃപാഠവും. KSUവിന്റെ ഏതെങ്കിലും ഒരു ജാഥയോ സമരമോ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ആ സെക്രട്ടേറിയറ്റ് പരിസരം വഴി ഒന്ന് ചെന്ന് നോക്കണം. ഒരു 5 പേര് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കണം, പിന്നെ ഒരു 5 പേര് മാറി നിന്ന് ചായ നാരങ്ങുള്ളവും കുടിക്കണം, പിന്നെ ഒരു 5 പേര് അവിടെ നിന്ന് സെൽഫി എടുക്കണം കാണാം. ഈ ബ്ലോക്ക് ആയിരിക്കുമല്ലോ എന്ന് പേടിച്ച് KSUവിന്റെ സമരം നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വഴിമാറി പോകേണ്ടി വരില്ല. ആള് കൂടിയാലല്ലേ ബ്ലോക്ക് ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ആ ഒരു ആവേശം KSUക്കാർ തന്നെ അല്ലേ എന്ന് ഒരു നിമിഷം നമ്മൾ നോക്കിപ്പോവും. അതിനിടയിൽ ചോരയൊക്കെ അല്ല ഗൈസ്, മഷിയല്ല, ഞാൻ 2 തവണ നോക്കി ഉറപ്പുവരുത്തി. അല്ലെങ്കിലും KSU എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആ സംഭവം ആയതുകൊണ്ട് കുറ്റമില്ല. ഉദ്ഘാടനം ചെയ്തിട്ട് VD സതീശൻ അങ്ങ് പോയല്ലോ. പിള്ളേരെ വീട്ടിലാക്കിയിട്ട് വീട്ടുകാർ പോയി തുടങ്ങുമ്പോൾ പിള്ളേർ തുടങ്ങും പോലെ സതീശൻ പോയ ഉടനെ ഇവരങ്ങ് തുടങ്ങി. തമ്മിൽ അടി നടക്കുന്നു, കഥവും ജനലും ഒക്കെ തല്ലി തകർക്കുന്നു, നിലവിളി കേട്ടി നാട്ടുകാർ ഓടിക്കൂടുന്നു. അങ്ങനെ ഓടിക്കൂടിയ നാട്ടുകാർ പറയുന്നത് അടിയുണ്ടാക്കിയ പ്രവർത്തകർ മദ്യപിച്ചിരുന്നു എന്നാണ്. അവിടെയുള്ളവർക്ക് ഇത് കണ്ട് പേടിയായിട്ട് VD സതീശനെ ഫോണിൽ വിളിച്ചെന്നും നിങ്ങളിങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ടി വന്നാൽ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരുമെന്ന് VD സതീശൻ പറഞ്ഞെന്നും ഒക്കെയാണ് കേൾക്കുന്നത്. അല്ല, ഇത് വെറും പരിശീലന ക്യാമ്പിന്റെ അവസ്ഥയാണ്. ഇതിലെ പരിശീലനം കഴിഞ്ഞ് ഇവരൊക്കെ പുറത്തോട്ടിറങ്ങുന്നുള്ള കാര്യം ഓർത്തു നോക്ക്. അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിന്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഒരു ചോര ചിന്തുന്ന സാഹചര്യത്തിലേക്ക് അത് പോയിട്ടില്ല. അവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആരും പേടിക്കേണ്ട, ഇനി ഒരു പ്രശ്നവും. ഈ വിഷയം നടന്ന ക്യാമ്പ് നിർത്തിവെക്കാൻ ഇവരെല്ലാരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി തുടങ്ങും മുമ്പ് ആ പറന്നുപോയ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പിടിച്ച് കൂട്ടിലിടാൻ നോക്ക്. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. KSU എന്ന് പറയുമ്പോൾ നേരത്തെ മഷിക്കുപ്പിയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം താഴെ കമന്റ് ചെയ്യും. ഇവരെ കൊണ്ട് നാടിനും ഉപകാരമില്ല, നമുക്കൊരു എന്റർടൈൻമെന്റ് എങ്കിലും ആവട്ടെ.